തൃശൂർ മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ തീപിടുത്തം പുലർച്ചെ 5 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, മാന്നാമംഗലത്ത് ടയർ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. എന്താണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണം? തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമായ വിവരങ്ങൾ? തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. മാന്നാമംഗലം കട്ടിങ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ടെക്സ് 1 എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ടയർ കമ്പനിയിലാണ് വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായത്. പുലർച്ചെ 5 മണിയോടെയാണ് ഈ തീപിടുത്തം പ്രദേശത്തുള്ളവരെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ അവർ തൃശൂർ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചു. തൃശ്ശൂരിൽ നിന്ന് 3 യൂണിറ്റും അതുപോലെ പുതുക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്ന് 1 യൂണിറ്റ് എത്തി 4 യൂണിറ്റ് 1.5 മണിക്കൂറോളം പണിപ്പെട്ട് പ്രവർത്തിച്ചാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. 6:30യോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഈ ടയറുകളുടെ റീസോളിംഗ് ഭാഗം നിർമ്മിക്കുന്ന കമ്പനിയാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തി നശിച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായിട്ടുള്ളതാണ് ഒരു പ്രാഥമികമായി നിഗമനമുള്ളത്. കാരണം തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതേക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കുകയാണ്. എന്തായാലും തൃശൂർ മൂർക്കനിക്കര സ്വദേശി പുഷ്കരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കമ്പനി. പ്രവർത്തിക്കുന്ന ഒരു ഒഴിഞ്ഞ പറമ്പിലാണ്. അതുകൊണ്ട് തന്നെ മറ്റ് തൊട്ടടുത്ത് മറ്റ് വീടുകളോ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളോ ഒന്നും ഇല്ലാത്തതിനാലാണ് തീ സമീപത്തേക്ക് പടരാതെ വലിയൊരു അപകടം ഒഴിവായത്. ഈ കമ്പനി പ്രവർത്തിക്കുന്ന ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീ മറ്റു സ്ഥലങ്ങളിലേക്ക് ആളിപ്പടർന്ന് വലിയൊരു തീപിടുത്തം ഉണ്ടായില്ല. കമ്പനി പൂർണ്ണമായും കത്തിനശിക്കുക അങ്ങനെയുള്ള സംഭവം ഉണ്ടായി. കമ്പനിയുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന് കത്തി അമർന്ന് വീണു. കമ്പനി പൂർണ്ണമായും നശിച്ചു. അതിലുണ്ടായിരുന്ന ടയറുകൾ നിർമ്മിച്ച ഭാഗങ്ങളും നിർമ്മിക്കാനുള്ള ഭാഗങ്ങളെല്ലാം പൂർണ്ണമായും കത്തിനശിച്ചു. മെഷീനറികൾ ഉൾപ്പെടെ കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായിട്ടുള്ളതാണ് എന്തായാലും പ്രാഥമികമായി നിഗമനമുള്ളത്. കാരണം ഇപ്പോഴും വ്യക്തമല്ല. വൃന്ദ, അനീഷ്, ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് കടയിൽ ആളുണ്ടായിരുന്നോ? ആളപായം എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ആരാണ് ഇത്തരത്തിൽ ഈ ഒരു തീ പടരുന്ന ദൃശ്യം കണ്ടത്? എത്രയും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു. ഈ ഒരു കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു വിവരം ആരാണ് കണ്ടത്? പുലർച്ചെ ആയതുകൊണ്ട് തന്നെ കമ്പനി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. കമ്പനിയിൽ ആരും തന്നെ ജീവനക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇന്നലെ ഞായറാഴ്ച കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. പുലർച്ചെ 5 മണിക്കാണ് ഈ തീപിടുത്തം പ്രദേശത്തുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എത്ര മണിക്കാണ് ഇത് കത്തി തുടങ്ങിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. ആളുകൾ കാണുന്നത് 5 മണിയോടെയാണ്. പ്രദേശത്തുള്ളവർ തന്നെയാണ് ഈ തീ ആദ്യം കണ്ടത്. അവർ തന്നെയാണ് തൃശൂർ ഫയർ സ്റ്റേഷനിലേക്ക് വിവരമറിയിച്ചത്. തൃശ്ശൂരിൽ നിന്നും സാമാന്യം ഭേദപ്പെട്ട ദൂരമുണ്ട് ഈ മാന്നാമംഗലം എന്ന് പറയുന്ന സ്ഥലം. മലയോര മേഖലയാണ് തൃശ്ശൂർ ജില്ലയുടെ. അവിടേക്ക് എത്തിപ്പെടാനുള്ളൊരു സമയം ഫയർഫോഴ്സ് എടുത്തെങ്കിൽ കൂടി വളരെ വേഗത്തിൽ തന്നെ 3 യൂണിറ്റ് ഫയർഫോഴ്സ് തൃശ്ശൂരിൽ നിന്നും എത്തി. അതുപോലെ തന്നെ സമീപപ്രദേശമായ പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തി. അങ്ങനെ മൊത്തം 4 യൂണിറ്റ് ഫയർഫോഴ്സ് യൂണിറ്റുകൾ 1.5 മണിക്കൂറോളം പണിപ്പെട്ടാണ് ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയത. തീപിടുത്തത്തിന്റെ കാരണം ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം എന്നത് ഉൾപ്പെടെയുള്ള കാരണങ്ങളെല്ലാം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായി ആർക്കും അറിയില്ല. തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. മൂർക്കനിക്കര സ്വദേശി പുഷ്കരൻ എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥാപനമാണ് കത്തി നശിച്ചത് പൂർണ്ണമായും. മാന്നാമംഗലം കട്ടിങ്ങിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ടെക്സ് 1 എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ടയറുകളുടെ റീസോളിംഗ് ഭാഗങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. വൃന്ദ, ശരി. തൃശൂർ മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ തീപിടുത്തം പുലർച്ചെ 5 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. എന്താണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തത്തിന് കാരണം എന്നുള്ളത് അന്വേഷിച്ച് വരികയാണ്. വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി.